അവരൊരായിരം തവണ ശ്രമിച്ചാലും ആ ചാപ്പ എൻ്റെ പുറത്ത് വീഴില്ല. അതിന് കിണഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ പിന്നിലെ മറ്റേ കാരണം എന്താ? അതിൻ്റെ കാരണം കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. LDFൻ്റെ കൺവീനർ BJPയുടെ പ്രഭാരിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുക. ആ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാണ്, ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരോട് കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ ആ BJP പ്രഭാരിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയിരുന്ന കൂടിക്കാഴ്ച? നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? അദ്ദേഹം പറയുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ അറിഞ്ഞോ? ദാറ്റ് മീൻസ് അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണ് എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് രഹസ്യമായി കാണാമെന്ന് രണ്ട് കക്ഷികളും തമ്മിൽ അംഗീകരിച്ച് കണ്ട കൂടിക്കാഴ്ചയാണ്. എന്തിനാണ് BJPയുടെ പ്രഭാരിയുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം അല്ലെങ്കിൽ അടുത്തെത്തി നിൽക്കുമ്പോൾ കൂടിക്കാഴ്ച നടത്തിയത്? അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ടോ? എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ഇത്ര രഹസ്യ സ്വഭാവം? കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകൻ പോലും അറിയാതെ, കേരളത്തിൽ വേറൊരു മനുഷ്യക്കുഞ്ഞ് അറിയാത്ത തരത്തിൽ ആ കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തത് എന്തിനായിരുന്നു? തുടങ്ങിയ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റാത്തവർ എൻ്റെ മേലെ വർഗീയ ചാപ്പ അടിച്ചത് കൊണ്ട് വാർത്തയിലെ ഇടോ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യമോ അവസാനിക്കില്ല എന്നുള്ളത് അവർ തിരിച്ചറിയണം. എന്നെപ്പറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ മതത്തിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞ് ഇതപ്പോൾ News 18 ഞാൻ കൊടുത്ത ഇൻ്റർവ്യൂ, മനോരമയ്ക്ക്, 4th-ന്, 24-ന്, മാതൃഭൂമിക്ക്, ഏഷ്യാനെറ്റിന്, മീഡിയ 1, റിപ്പോർട്ടറിന്, ഇവിടെ കാണുന്ന കേരള വിഷൻ, അമൃതക്ക്, നിങ്ങൾ ആരൊക്കെ എൻ്റെ ബൈറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് എടുത്തിട്ടുണ്ടോ? ജയ്ഹിന്ദ് ഉൾപ്പെടെ അതിലെ എല്ലാവരും പഴയ ബൈറ്റും ഡേറ്റും ഒക്കെ ഒന്ന് എടുത്ത് നോക്കട്ടെ ഞാൻ എന്താ പറഞ്ഞെന്ന്. മതേതര വോട്ടുകൾ മാത്രം മതി എന്ന് ആർജവത്തോടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞ ഞാനല്ലാതെ വേറൊരു സ്ഥാനാർത്ഥിയെ വടകരയിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ ആരുടെയൊക്കെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു എന്നും ആരുടെയൊക്കെ വോട്ട് മതി എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് നേരിട്ടാണെന്നുള്ളതും ദേശാന്റിൻ്റെ പ്രത്യേക ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ. ആലോചിച്ചാണോ ആ തീരുമാനം പറഞ്ഞെന്ന് എന്നോട് ചോദിച്ചായിരുന്നല്ലോ. അതിനുൾപ്പെടെയുള്ള മറുപടികൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാ. അതുകൊണ്ട് ആ ചാപ്പയുടെ പരിപ്പിനി കേരളത്തിൽ വേവില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് തോക്കുമെന്നുള്ള അവരുടെ ഉറപ്പും, അതിനേക്കാൾ പ്രധാനം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ചർച്ചയൊന്ന് മാറ്റണം. അവരിപ്പോൾ ഉത്തരം പറയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJPയുടെ പ്രഭാരിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്? മതേതര കേരളത്തിൻ്റെ മുമ്പിൽ CPM ഇപ്പോൾ തലയിൽ മുണ്ടിട്ടാണ് നിൽക്കുന്നത്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിൽക്കുക. EP ജയരാജൻ ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് EP-യുടെ കാര്യം പറയാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ EP-യെ പോലെ ഒരാൾക്ക് BJP പ്രഭാരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റില്ല, കഴിയില്ല, അത് സാധിക്കില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അന്തർധാര എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വിളിച്ചിരുന്നതിനെ പരസ്യമായി മുന്നണി ബന്ധത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നെക്സസ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. തലയിൽ മുണ്ടിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPM-ഉം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എൻ്റെ മേലെ വർഗീയ ചാപ്പ ചുമത്തിയത് കൊണ്ട് കഴിയും എന്നിവരാരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെ ഞാൻ തുറന്നു പറയുന്നു.